ഹായ് ഗൈസ്, കുറേ മാസത്തിനു ശേഷം ഞാൻ ഇന്നൊരു നെറ്റിപ്പട്ടം തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുള്ള സാധനങ്ങളാണിവ: ചെറിയ മുത്ത്, വലിയ മുത്ത്, ചന്ദ്രക്കല, ഗമ്മ്, ത്രെഡ്, ഗോൾഡൻ ക്ലോത്ത്, റെഡ് വെൽവെറ്റ് ക്ലോത്ത്, കെട്ടേണ്ട ചരട് എന്നിവയാണിത്. 3 സെറ്റ് നെറ്റിപ്പട്ടമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം റെഡ് വെൽവെറ്റ് ക്ലോത്തിൽ 4 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തുന്നു. അത് തലക്കെട്ടിൻ്റെ ഭാഗമാണ്. ടോട്ടൽ ലെങ്ത് 36 ഇഞ്ച്. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തി വരയ്ക്കുന്നു. നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുന്നു. ഗോൾഡൻ ക്ലോത്തും അതുപോലെ കട്ട് ചെയ്തെടുത്ത് അടയാളപ്പെടുത്തുന്നു. എല്ലാ ക്ലോത്തുകളും ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നു. ഏറ്റവും താഴെ റെഡ് വെൽവെറ്റ് ക്ലോത്തും മിഡിലിൽ വൈറ്റ് ഷീറ്റ്, മുകളിൽ റെഡ് വെൽവെറ്റ് ക്ലോത്ത്, ഏറ്റവും മുകളിൽ ഗോൾഡൻ ക്ലോത്ത് എന്നിവ വെച്ച് നന്നായി ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നു. ഇനി എല്ലാ ബോൾസും അതത് ക്രമത്തിൽ സ്കെയിൽ വെച്ച് നല്ല മെഷർമെൻ്റ് എടുത്ത് ലെവലായി അടയാളപ്പെടുത്തി വെക്കുന്നു. ചന്ദ്രക്കലയാണിത്. ഇത് കട്ട് ചെയ്തെടുക്കും. എല്ലാം കൃത്യം തന്നെയാണോ എന്ന് സ്കെയിൽ വെച്ച് ഉറപ്പുവരുത്തും. ഇനി എല്ലാ വലിയ ബോൾസും ഒട്ടിക്കാം. ആദ്യം നമ്മുടെ വിനായകനെ ഒട്ടിക്കാം, അതായത് ഗണപതി. പിന്നീടുള്ള 2 വലിയ ബോൾസും ലക്ഷ്മിയായും സരസ്വതിയായും സങ്കല്പിക്കുന്നു. പിന്നെ മുഖം അഥവാ ത്രിമുഖം. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരനായി സങ്കല്പിക്കുന്നു. പിന്നീടുള്ള ഓരോ വലിയ ബോൾസുകളും അഷ്ടവസുക്കളായി സങ്കല്പിക്കുന്നു. ആദ്യം വലിയ വലിയ മുത്തുകൾ, പിന്നെ താഴോട്ടൊക്കെ വരുമ്പോൾ ചെറിയ മുത്തുകളായി മാറുന്നു. ഇനി ചന്ദ്രക്കലയാണ്. മുഖത്തിന് താഴെയായി വലിയ ചന്ദ്രക്കല, അതിന് താഴെ ചെറുത്, അതിന് താഴെ ചെറുത്, അത് ഏറ്റവും താഴെ തീരെ ചെറുതെന്ന കണക്കിൽ ഒട്ടിച്ചെടുക്കാം. ഗമ്മ് നന്നായി പിടിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഗമ്മ് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് കൊണ്ട് വേഗം ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ഇനിയുള്ളത് ഔട്ട്ലൈനിൽ മുത്ത് ഒട്ടിക്കുക എന്നുള്ളതാണ്. നെറ്റിപ്പട്ടത്തിൻ്റെ അതേ ഷേപ്പിൽ വരഞ്ഞ ഔട്ട്ലൈനിലൂടെ ഓരോന്നോരോന്നായി ശ്രദ്ധയോടെ ഒട്ടിച്ചെടുക്കാം. എല്ലാം നന്നായി ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത പരിപാടി ചൂരൽപ്പൊടി ഒട്ടിക്കലാണ്. ഓരോ വലിയ മുത്തുകൾക്കും റൗണ്ടായി ചൂരൽപ്പൊടി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഗമ്മ് വെച്ച് ഓരോന്ന് അടുപ്പിച്ച് ചൂരൽപ്പൊടി ഒട്ടിച്ചെടുക്കാം. എല്ലാ വലിയ ബോൾസിനും ഒട്ടിച്ചെടുക്കാം. അടുത്തത് തീരെ ചെറിയ മുത്തുകൾ, നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന തീരെ ചെറിയ സ്റ്റോൺസ് മുത്തുകൾ റൗണ്ടായി ഒട്ടിച്ചെടുക്കാം.
ഈ മുത്തൊട്ടിക്കാനാണ് കൂടുതൽ നമുക്ക് സമയം ചിലവുന്നത്. നല്ല ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഗമ്മ് വെച്ച് നല്ലപോലെ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കണം. റൗണ്ടായിട്ടാവുമ്പോൾ അതിന് ഭംഗി കൂടും. ഈ നെറ്റിപ്പട്ടത്തിൻ്റെ തലക്കെട്ട് അലങ്കരിക്കാം. മുത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുന്നു. കുഞ്ചിലം കൂടി തയ്യാറാക്കി കെട്ടാം. ട്രഡീഷണൽ ലുക്കിൽ വാൾ ഡെക്കറേഷനായി ഉപയോഗിക്കുന്നു. മാത്രമല്ല വീടിന് ഐശ്വര്യം കൂടിയാണിത്. ചെയ്യാനുള്ള മനസ്സും നല്ല ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.